സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടി അല്ല പോകുന്നതെന്ന് സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ ധവളപത്രം തന്നെ പറയുന്നുണ്ട്. കേരളത്തിലെ 1,93,000 കോടിയാണ്. 35,000 കോടി രൂപ അധികം ഉണ്ടെന്ന് ശ്രീ വി ഡി സതീശൻ തന്നെ നിയമസഭയിൽ അംഗീകരിച്ചതാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, പക്ഷേ എന്തോ ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അവര് മനഃപൂർവ്വം എന്തോ ഒരു നാടകം കളിക്കുകയാണോ എന്നുള്ള സംശയമുണ്ട്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ആവശ്യ ചെലവുകൾ കൊടുക്കണമെന്നുള്ളത് ചെയ്യണമല്ലോ. നമസ്കാരം. നമ്മുടെ സംസ്ഥാനം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെലവ് കൂട്ടരുത് എന്ന വകുപ്പുകളോട് ധനവകുപ്പിൻ്റെ നിർദ്ദേശം ഇക്കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് മുൻ ധനകാര്യ മന്ത്രിയായ KN ബാലഗോപാൽ. സർ, സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ നിലവിൽ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ അടക്കം ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുന്നു. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടി അല്ല പോകുന്നതെന്ന് സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാക്കിയ ധവളപത്രം തന്നെ പറയുന്നുണ്ട്. അവരെല്ലാ വെട്ടിക്കുറവും വരുത്തിയതിന് ശേഷം അവതരിപ്പിച്ച ബഡ്ജറ്റ് 2,27,000 കോടിയുടെയാണ്. കഴിഞ്ഞ വർഷത്തെ ആക്ച്വൽ സ്പെൻഡിങ് കേരളത്തിലെ 1,93,000 കോടിയാണ്. 35,000 കോടി രൂപ അധികം ഉണ്ടെന്ന് ശ്രീ വി ഡി സതീശൻ തന്നെ നിയമസഭയിൽ അംഗീകരിച്ചതാണ്. എവിടെയാണ് പിന്നെ സാമ്പത്തിക പ്രതിസന്ധി? 35,000 കോടി ഒരു വർഷം അധികം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലേക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായി കൂടുതൽ റിസോഴ്സ് ഉണ്ടായി. അപ്പോൾ പിന്നെ അത് കപടമായ പ്രചരണമാണ് ഇപ്പോൾ പുറത്ത് നടത്തുന്നത്. പണം ഉണ്ടെന്നുള്ളത് ബഡ്ജറ്റ് അംഗീകരിച്ചാണ്, അദ്ദേഹം അംഗീകരിച്ചാണ്. KM ചന്ദ്രശേഖർ എന്ന് പറയുന്ന പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാക്കിയ ധവളപത്ര പ്രകാരമുള്ള കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, പക്ഷേ എന്തോ ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പോസ്റ്റുകൾ വെട്ടിക്കുറയ്ക്കും, അപ്പോയിൻമെൻറ്റ് നടത്തില്ല, ശമ്പള പരിഷ്കരണം നടത്തില്ല, ഒന്നും കൊടുക്കില്ല, പഞ്ചായത്തിന് പൈസ കൊടുക്കില്ല എന്ന് പറയുന്നൊരു സമീപനം എടുക്കുന്നത്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. പണമുണ്ടെന്ന് അവരംഗീകരിച്ച ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത്? നിലപാട് സ്വീകരിക്കുന്നത് അവരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്നില്ല ഇത്രയും പണം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന്. അപ്പോൾ അവർ മനഃപൂർവ്വം എന്തോ ഒരു നാടകം കളിക്കുകയാണോ എന്നുള്ള സംശയമുണ്ട്. വകുപ്പുകളെല്ലാം തന്നെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ആവശ്യ ചെലവുകൾ കൊടുക്കണമെന്നുള്ളത് ചെയ്യണമല്ലോ. അത് ചെയ്യണോ? KN ബാലഗോപാൽ ഇപ്പോൾ മറുനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. UDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന സാഹചര്യമാണ് എന്നതുൾപ്പെടെ പറഞ്ഞിരുന്നു. അതിപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും അവർ ആവർത്തിക്കുകയാണ്. അതായത് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. അടുത്ത ബഡ്ജറ്റ് മുന്നൊരുക്കത്തിനുള്ള സർക്കുലറിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് ചെലവ് കൂട്ടരുത് എന്ന് വകുപ്പുകളോട് ധനവകുപ്പിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാമ്പത്തിക ലാഭമില്ലാത്ത പദ്ധതികൾ ഒഴിവാക്കണം, മാറ്റിവെക്കാവുന്ന അറ്റകുറ്റപ്പണി മാറ്റിവെക്കണം, അധികം വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടേണ്ട എന്നും പുതുതായി വരുന്ന ഒഴിവുകളിലേക്ക് നിയമിക്കാമെന്നും പറയുന്നു. ശമ്പള ചെലവ് കൃത്യമായി കണക്കാക്കണം, ചെലവിൽ മുൻ വർഷത്തേക്കാൾ കൂടുതൽ എങ്കിൽ കാരണം വിശദീകരിക്കണമെന്നും ഈ ധനവകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നു. എന്തായാലും നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ റവന്യൂ വരുമാനം 33 കോടിയിലധികം രൂപയായിരുന്നു. മുൻ വർഷത്തേക്കാൾ കൂടിയെങ്കിലും ചെലവും കടമെടുപ്പും വർദ്ധിച്ചിട്ടുണ്ട്. ഭരണം മാറിയെങ്കിലും ഖജനാവിൽ പണം നിറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഞെരുക്കം പറഞ്ഞ് മുണ്ടുമുറുക്കാനും അടുത്ത സാമ്പത്തിക വർഷത്തിലും കണക്ക് കൂട്ടി നീങ്ങാനും വകുപ്പുകൾക്ക് ധനവകുപ്പിൻ്റെ സർക്കുലർ വന്നിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.